ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഇതാ നാരായണ ഇവിടെ ഉണ്ട്, സർഫുദ ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സുഹൃത്തിൻ്റെ വീട്ടിലെ ഒരു ഗാർഡൻ്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുല്ല് പതിക്കുന്ന വർക്കാണ്. നാരായണനാണ് എൻ്റെ സ്പെഷ്യലി വർക്ക്. പിന്നെ സർഫിന് കുറേ ഉടായ്പകളൊക്കെ ഉണ്ട് കേട്ടോ. മുനീർ ഇതാ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേ പോകാം. ഉള്ള ഗാർഡൻ വർക്കുകൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നാരായണൻ ഉത്തരവാദിത്തോടു കൂടി ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കമൻറ്റിലൂടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഉത്തരവാദിത്തോടു കൂടി വളരെ വൃത്തിയായിട്ട് തന്നെ നാരായണൻ ഇതിൻ്റെ വർക്കുകൾ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ വരിക. അപ്പോൾ കുറച്ച് മണ്ണ് കുറവുണ്ട്, അത് അവിടെ എവിടെയെല്ലാം അർബനയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത് വളരെ ഈസിയായി നമ്മുടെ വീട്ടിലും വലിയ നല്ല രീതിയിലുള്ളൊരു പൂന്തോട്ടം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അത് നമ്മൾ വേണമെന്ന് വെച്ച് നമ്മൾ ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ വളരെ ഈസിയായി ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ മണ്ണുത്തിൽ പോയിട്ടാണ് ഇതിന് വേണ്ട എല്ലാ ചെടികളും പുല്ലും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുള്ളത്. ഇതിന് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഇത് 2-3 ദിവസം മുമ്പൊന്നും കൊണ്ടുവന്ന് വെക്കരുത്. ഈ പുല്ല് പ്രത്യേകിച്ച് കൊണ്ടുവന്ന് വെക്കരുത്. നല്ല വെയിലെല്ലാം കൊണ്ട് എല്ലാം കേടാവുന്നതാണ്. അതെന്തെന്ന് വെച്ചാൽ ഇത് നമ്മൾ എല്ലാ സെറ്റിങ്ങും ഇതിൻ്റെ കഴിഞ്ഞ് വാട്ടർ ലെവലെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷമേ നമ്മൾ ഈ പുല്ല് കൊണ്ടുവരാൻ പാടുള്ളൂ. നേരെ കൊണ്ടുവന്ന് നേരെ വിരിച്ചിരിക്കണം. എന്നാൽ പിന്നെ നല്ല ഫിനിഷിങ്ങും നല്ല കളറുണ്ടാകും. കൊണ്ടുവന്ന് വെച്ച് കുറേ ഇരുന്ന് കഴിഞ്ഞാലെല്ലാം ഇത് മഞ്ഞ കളറെല്ലാം വന്ന കുറേ പ്രയാസമാണ്. ഇത് പിന്നെ അതുപോലെ തന്നെ പിടിച്ച് കിട്ടാൻ നാരായണൻ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് വിരിക്കാനുള്ള. അതുപോലെ തന്നെ നമ്മൾ ഇത് അഥവാ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പുല്ലിൻ്റെ മേലെ, ഇപ്പോൾ ഇവിടെ കാണുന്നതെല്ലാം മറ്റുള്ള ചെടികളാണ്, അവിടെ പുറത്താണ് പുല്ല് വെച്ചിട്ടുള്ളത്. പുല്ലിൻ്റെ മേലെയെല്ലാം നമ്മൾ നനഞ്ഞ ചാക്കെല്ലാം വിരിച്ചതിൻ്റെ മേലെ വെള്ളം എപ്പോഴും നനച്ചിട്ടാൽ പെട്ടെന്നൊന്നും കേടാവില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ മണ്ണിൻ്റെ കാര്യമില്ല, ഈ മണ്ണ് നമ്മൾ ചരലെല്ലാം ഒഴിഞ്ഞെടുക്കണം. ഇതിന്ന് ചരൽ, അതുപോലെ തന്നെ ഇതിൽ വേര്, പ്ലാസ്റ്റിക് കവറ് കാര്യങ്ങളൊന്നും ഇതിൽ പെടാൻ പാടില്ല. അപ്പോൾ ചിതൽ വരാൻ വളരെ കൂടുതൽ ചാൻസ് ഉള്ളതാണ്. ഇതിൻ്റെ ചരലെല്ലാം വാരി ഒഴിഞ്ഞെടുത്തിട്ട് നമ്മളിങ്ങോട്ട് പുറത്തേക്ക് കളയണം. നല്ല ക്ലിയർ ആയിട്ട് നൈസായിട്ട് മണ്ണാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് ചിതൽ പിടിക്കുന്നതാണ് കുറച്ച് 2-3 ദിവസം കൊണ്ട്. സർഫ് ഇവിടുന്ന് ചരലെല്ലാം വാരി ഇങ്ങോട്ട് മാറ്റിയിടേണ്ട, കണ്ടില്ല, അവന് ഒഴിഞ്ഞ് വാരി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും വലിയ കല്ല് കാര്യങ്ങളൊന്നും പെടാൻ പാടില്ല. അപ്പോൾ ഫിനിഷിങ് കുറയും. നമ്മുടെ തമിഴ്നാട് സ്വദേശിയായ ഒരു സഹോദരൻ്റെ അദ്ദേഹമാണ് ഈ മണ്ണെല്ലാം താഴെ പോയി ട്രോളിൽ ഇങ്ങോട്ട് തള്ളിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാനുണ്ട്. അതായത് വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലൊരു പൂന്തോട്ടം ഉണ്ടാക്കാവുന്നതാണ്. അതിന് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ പോയി നേരിട്ട് നമ്മൾ മണ്ണുത്തിയിൽ പോയി അവിടുന്ന് ഇതിന് വേണ്ട കാര്യങ്ങൾ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ തന്നെ ഇത് പതിക്കുകയാണെങ്കിൽ കുറഞ്ഞ ചെലവിൽ നമുക്ക് നമ്മുടെ വീട്ടിലൊരു പൂന്തോട്ടം ഉണ്ടാകും. ഏതാണ് ഈ ബക്കറ്റ് എത്തിക്ക് തട്ടുക? ഈ വെച്ചില്ല കൈക്കോടുണ്ട്. വെച്ച് നോക്കാനാ? വരുമ്പോൾ 1 ഇഞ്ച് കനം ഇങ്ങനെ കറക്റ്റാക്കി വെക്കുക. ആ വെള്ളം ഇതിൽ വയ്ക്കുക. ഇതില്ലല്ലോ, ചെതലുണ്ടെങ്കിൽ അതൊക്കെ ഇടാണ്ടോ. ഓവറാണ് മണ്ണ് കുറച്ച് കെട്ടിക്കും. ഇത് കുറച്ച് വേറെ ഇറങ്ങിയിട്ട് വേറെ കുറച്ചുകൂടി മണ്ണ് ഒരു ടെസ്റ്റ് കിട്ടിയാ പോയിട്ടുണ്ട്. വെച്ചാൽ 1.5 ചൂടാണ് കേട്ടോ. ഒരു വെയിലാണ്. മേശരി
போதுமா இங்கே ஆ அப்புறம் இங்கே லாஸ்ட்டில் போடுவோம் இங்கே லாஸ்ட்டில் கொஞ்சம் போட்டதுக்கப்புறம் നാരായണ ഇവിടെയൊക്കെ റെഡിയല്ലേ നോക്കാം ഇവിടെ എല്ലാം സ്ലോപ്പാക്കിയിട്ടുണ്ട് ഇജ്ജ് പറഞ്ഞ മാതിരി തന്നെ ഇനി എന്തെങ്കിലും ആക്കാണ്ടെങ്കിൽ വന്നിട്ട് നോക്കാം ഘട്ട വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കൂടുതലൊന്നുമില്ല ഫിനിഷിംഗ് വർക്ക് ഈ വേണ്ടിവരാ മണ്ണ് കൊണ്ടുവരഞ്ഞേ മേശ്രി ആ പിന്നെ ഒരു ലോഡും കൂടി വേണമെന്നാണ് പറഞ്ഞത് ആ ലാസ്റ്റ് ആ ലാസ്റ്റ് പിന്നെ നോക്കിയിട്ട് ചെയ്യാം ഇതും കൂടി ഇങ്ങനെ ഫിനിഷിംഗ് വർക്ക് ചെയ്താൽ പിന്നെ നേരെ പുല്ല് പതിക്കാനുള്ള സംവിധാനമായി മേശരി സാപ്പാടേക്ക് ഇത് ഫിനിഷ് ചെയ്ത അപ്പുറം എന്താ ആ ഇതൊന്ന് വെച്ചാൽ ഇത് പതിക്കുമ്പോൾ ഇച്ചിരി സ്ലോപ്പ് വരണം എന്നാണ് പറഞ്ഞത് നല്ല ഭംഗിയാണ് കാണാൻ ഇതുപോലെ അങ്ങോട്ട് ചകിരിച്ചോറെല്ലാം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ വേരുകളൊന്നും കുടുങ്ങാൻ പാടില്ല മേശരി ചോറുന്നാൻ വേണ്ടി നിർത്തിയതാണ് വേരുകൾ കുടുങ്ങിയാൽ ഈ പുല്ല് പതിച്ചതിന് ശേഷം ചതിൽ പിടിക്കും എന്നൊക്കെ പറയുന്നത് ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇനി ഏതായാലും ഭക്ഷണം കഴിച്ചിട്ട് നോക്കാം വീടിൻ്റെ വർക്കുകളൊക്കെ അവിടെ തകൃതിയിൽ നടക്കുകയാണ് ഇനി ഒരുപാട് ഗാർഡൻ കാര്യങ്ങൾ ഇതിൻ്റെ ഗാർഡനെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനെ ഉപയോഗിക്കുന്ന വളം എന്ന് വെച്ചാൽ കമ്പോസ്റ്റ് അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കാണ് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഇതിന് വളം ഉപയോഗിക്കുക അതായത് 100% നമ്മൾ കമ്പോസ്റ്റ് വളം ഉപയോഗിക്കുമ്പോൾ 10%മാണ് വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കേണ്ടത് ഇത് മിക്സ് ചെയ്താണ് ഉപയോഗിക്കേണ്ടത് പിന്നെ നമ്മൾ ചെതലിനുള്ള ഒരു മരുന്നുണ്ട് അത് ഒരു 10 ലിറ്റർ വെള്ളത്തേക്ക് നമ്മൾ ഏകദേശം 20 മില്ലി അതിക്ക് തെളിച്ച് നന്നായി കലക്കി അതും ഇതിന് മേലെ തെളിച്ച് കഴിഞ്ഞാൽ ചെതൽ വരില്ല പിന്നെ നാം പറഞ്ഞില്ലേ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഇതിനെ നമ്മൾ ചകിരിച്ചോറൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പാറ്റിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും അത്രയുമാണ് ഇതിക്ക് വേണ്ടിയുള്ളൂ വേറൊന്നും ഇതിക്ക് വളം ചേർക്കേണ്ടതില്ല ഈ പറഞ്ഞ കമ്പോസ്റ്റ് എന്ന വളവും അതുപോലെ തന്നെ ഈ വേപ്പിൻ പിണ്ണാക്കും മിക്സ് ചെയ്തിട്ടാണ് ഇതിലിടേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞ ചെതലിന് വളരെ എന്തോ ഒരു ഡബ്ബയാണ് വരുന്നത് അതിനെ അതിൽ കാണിക്കാവുന്നതാണ് കുറച്ച് കഴിഞ്ഞാൽ അത് ഒരു വെള്ള കളറായിട്ടാണ് ഇവരെ വൈറ്റ് വാഷ് എല്ലാം കലക്കിയ പോലെ ഉണ്ടാവും അതാണ് ഇതിന് ഉപയോഗിക്കുന്ന വളം ലാസ്റ്റിലൂടെ മേശരി എവിടെ ഉണ്ട് ബക്കറ്റ് പിടിക്കേ നിങ്ങളിത് എടുത്തോളി ആദ്യം നല്ല നനച്ചു കൊടുക്കണം അല്ലേ വെള്ളം കൊണ്ടുവരേ ഇത് ശരിക്കും എന്ത് വളം അത് ആ ചട്ടി എടുത്താ പോരാ ചട്ടി വിതറല്ല അത് വിതർന്ന് നിൽക്കാക്കിയ പുല്ല് മൊത്തത്തില് ആട്ടിയൊന്ന് നനച്ചാണ്ട് വെള്ളം അടിച്ചിനാണ് അവിടെയൊക്കെ നനയ്ക്കല്ലേ മറ്റേ പുല്ല് കുറഞ്ഞിട്ട് പിന്നെ അവിടെയൊക്കെ ചളിയാവില്ല
അപ്പാജീസ്. അപ്പം നാരായൺ ഇവിടെ ലാസ്റ്റ് ഘട്ട വർക്കുകളിലാണ്, ഫിനിഷിങ് വർക്കുകളുള്ളൂ. ഇനി കണ്ടില്ലേ, വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഘട്ട വർക്കുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെറിയ ചെറിയ പീസുകളൊക്കെ വെക്കാനുണ്ടോ, ഇത് കണ്ടില്ലേ. മേശരിമാർ രണ്ടാളും ഇവിടെ ഉണ്ട്, സർഫ് മേശരിയും മുനീർ മേശരിയും ഇവിടെ ഉണ്ട്. അവിടെ 2 സീറ്റിൻ്റെ ഒരു കുറവേ ഉള്ളൂ. ഇനി ഇതാ മുനീർ ഇവിടെ ഉണ്ട്. ഇതാ പറഞ്ഞെന്താ വെച്ചാൽ അവിടെ പോയിട്ട് ഊഞ്ഞാലിട്ടോണ്ടാണ്. വർക്കുകളൊക്കെ ഫിനിഷിങ്ങിലാക്കി. ഒരു സീറ്റ് കൊടുത്ത പോയി. നാരായണ, ഈ വർക്കിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകിച്ച്? എന്ന് പറഞ്ഞാൽ അത് മുസ്തഫയും സർഫൊക്കെയാണ് ഇതിൻ്റെ ആൾക്കാർ. എന്ന് വെച്ചാൽ നമ്മളിത് വെച്ചെടുക്കാൻ മാത്രമായിട്ട് വന്നതാണ്. പക്ഷെ ഗാർഡൻ്റെ ആളുകൾ വരാണ്. ഏത് വെറൈറ്റി മോഡലാണെങ്കിലും ഗാർഡനിൽ ഉണ്ടാക്കും. അതേപോലെ ഗോബി സ്റ്റോണ്, ഗാർഡനിൽ എല്ലാവിധ സെറ്റിങ്സുകളും ഉണ്ടായിക്കോളും. ഉണ്ടല്ലേ. ഒരാൾ നനച്ചുകൊണ്ടിരിക്കണേൽ ലാസ്റ്റ് ആ ചെടികളൊക്കെ ഒന്ന് ഇളകാൻ വേണ്ടിയിട്ട്. അല്ല, കുത്തനാണ്ട് തെറിച്ച് പോകാൻ പാടില്ല. അങ്ങനെ തെറിച്ചിങ്ങനെ പോകാൻ പാടുള്ളൂ. അപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ വർക്കുകളെല്ലാം തീർന്നിട്ടുണ്ട്. അത് കുറച്ചിട്ട് നീട്ടിക്കൊണ്ടിരണം. സർഫോ സംഗതി വൃത്തിയുണ്ടല്ല. അപ്പം ഇതിൻ്റെ നമ്മളിത് പതിക്കാൻ കാരണം ഉണ്ടായത് നമ്മുടെ സർഫാണ്. സർഫ് പറയും ഞാൻ ഏറ്റെടുത്ത് ഞാൻ ചെയ്തു തരാം. സർഫ് ഇതിൻ്റെ വർക്കുകളെല്ലാം മുമ്പ് 2-3 വീടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെയ്യാവുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നാരായണനെ വിളിക്കലുണ്ടായത്. അപ്പോൾ ലാസ്റ്റ് ഫിനിഷിംഗ് വർക്കെല്ലാം കഴിഞ്ഞു.